കൊച്ചിയിൽ കഞ്ചാവ് ഒഴുകുകയാണ്. വീടിന്റെ മുറ്റത്തേക്ക് തലകീഴായി മറിഞ്ഞ കാറിൽ കഞ്ചാവിന്റെ പൊതി കിട്ടി. കാറിലുള്ളവർ സേഫ് ആണെങ്കിലും കാറിന്റെ അകത്തുണ്ടായിരുന്ന സീനായിരുന്നു. കാറിലുണ്ടായിരുന്ന ഒരാൾ പിടിയിലായി, മറ്റൊരാൾ ഓടി രക്ഷപ്പെട്ടു. അതേസമയം എറണാകുളം പൂക്കോട്ടുപടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലും 8 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി RPF പിടിയിൽ. അങ്ങനെ നഗരത്തിലേക്ക് കഞ്ചാവ് ഒഴുക്ക് അങ്ങനെ നിർബാധം തുടരുകയാണ്. പൂക്കാട്ടുപടി സ്വദേശിയായ ജയൻ ഇന്നലെ രാത്രി 9 മണിയോടെ ഉഗ്രശബ്ദം കേട്ടാണ് വീടിന് പുറത്തേക്കിറങ്ങിയത്. കണ്ടത് തല കീഴായി മറിഞ്ഞു കിടക്കുന്ന മാരുതി കാർ. 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഒരാൾ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചു വരുത്തി കാറിലുണ്ടായിരുന്ന ബാഗുമായി രക്ഷപ്പെട്ടു. സംശയം തോന്നിയ വീട്ടുകാർ തടിയിട്ടപ്പറമ്പ് പോലീസിനെ വിളിച്ചു വരുത്തി ഡ്രൈവർ സീറ്റിലിരുന്ന യുവാവിനെ കൈമാറി. പിന്നീട് നടത്തിയ തിരച്ചിലാണ് കാറിന്റെ ഉള്ളിൽ നിന്ന് കഞ്ചാവ് പൊതി നാട്ടുകാർക്ക് ലഭിച്ചത്. അപ്പോൾ വന്നപ്പോൾ 2 പേര് വണ്ടിയുടെ അകത്തുനിന്ന് കിടന്ന് ഞരങ്ങലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ് അവരിങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ പിടിച്ച് അവരെ പുറത്തിറക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയില്ല, അങ്ങനെ കഞ്ചാവാണോ പരിപാടിയാണോ എന്ന്. വേറൊരാളെ വിളിച്ചു വരുത്തി അവൻ്റെ ബൈക്കിൽ കയറി ഒരുത്തൻ പോയി. ഇപ്പോൾ കൂടെയുള്ള ആള് നമ്മളിവിടെ പിടിച്ച് നിർത്തിയായിരുന്നു. ഒരു ഡാഷിന്റെ ആ സൈഡിലായിട്ട് ഒരു പാക്കറ്റ് കിട്ടി. അതിൽ നിന്നാണ് അത് പോലീസിന് കൈമാറി. പോലീസ് ഇതിനോടകം അന്വേഷണം ആരംഭിച്ചു. വിൽപ്പനയ്ക്കായി കഞ്ചാവ് കൊണ്ടുപോകുന്നതിനിടെ കാർ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നാണ് നിഗമനം. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ടയാണിന്ന് നടന്നത്. 8 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി ഇയറുദ്ദീൻ ഷെയ്ഖിനെ RPF കസ്റ്റഡിയിലെടുത്തു. പ്ലാസ്റ്റിക് പാത്രങ്ങൾ അടുക്കി വെച്ച് അതിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് കഞ്ചാവ് ഒളിപ്പിച്ചത്. പുറമേ നിന്ന് നോക്കിയാൽ ഒരു സംശയവുമില്ലാത്ത രീതിയിൽ പാക്കിംഗ്. വിപണിയിൽ 4 ലക്ഷത്തോളം വില വരും ഈ കഞ്ചാവിന്. ഇതര സംസ്ഥാനക്കാർക്കിടയിൽ വിതരണം ചെയ്യാനുള്ളതാണിതെന്ന് RPF വിലയിരുത്തൽ. ഈ വർഷം മാത്രം RPF പിടികൂടിയത് 135 കിലോ കഞ്ചാവ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.